വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയാലും വാപ്പാന്റെ മനസ്സിലെ മകനെന്നും മകൻ തന്നെയല്ലേ. എത്ര കൊല്ലം കഴിഞ്ഞാലും ഏത് ലോകത്തേക്കുള്ള യാത്രയാണെങ്കിലും ഖൽബിന്റെ ഉള്ളിൽ തന്റെ മോന് കൊടുത്ത ചുടുചുംബനങ്ങളും മറക്കാൻ ലോകത്ത് ഇന്ന് വരെ ഒരു പാക്കും കഴിഞ്ഞിട്ടില്ല. ഉപ്പയേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയേക്കാൾ, ബന്ധങ്ങളെക്കാൾ, ഭാര്യയെക്കാൾ, ഭൗതിക ലോകത്തിന്റെ കൊട്ടാര സമുച്ചയങ്ങളെക്കാൾ, സാമ്പത്തിക സ്രോതസ്സുകളെക്കാൾ, അധികാര കസേരകളെക്കാൾ ഏറ്റവും വലിയ രുചിയാണ് കാരുണ്യവാനായ അല്ലാഹുവിലേക്ക് ഒരു മനുഷ്യൻ ലയിച്ചു ചേരുന്ന രുചി. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ പോലും തഹജ്ജുദ് നടക്കുന്നത്. അതുകൊണ്ടാണ് സുഖലോലുപതയുടെ മടിപ്പെട്ടിലും മഹാന്മാർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത്. പടച്ചവനോടുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ മധുരമുണ്ട്, ആഴമുണ്ട്. അത് മക്കളോടുള്ള ബന്ധത്തെക്കാൾ, ഉമ്മയോടുള്ള വാപ്പയോടുള്ള ബന്ധത്തെക്കാളുമുണ്ട്. ആ ബന്ധം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ ഒരുപാട് കൊല്ലത്തിനു ശേഷം കണ്ടപ്പോ ആ മകനോട് മിണ്ടാതെ, മകനോട് സലാം പറയാതെ, മകനോട് വർത്തമാനം പറയാതെ കഅബാലയത്തിന്റെ ചോട്ടിലെ ഒരു തൂണിന്റെ ഭാഗത്തേക്ക് ചെന്നിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുകയാണ് സഹാബികളോട്, കൂടെയുള്ള സഹകാരികളോട്, മുരീദുമാരോട് പറയുകയാണ്, ഉദിനി ആദൽ ഫത്താ, ഞാൻ അല്ലാഹുവുമായി ഭൗതിക ലോകത്തിന്റെ ബന്ധങ്ങൾ വർദ്ധിക്കുമെന്ന് കരാർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സുന്ദരനായ പൊന്നുമോനെ ഞാൻ ചേർത്ത് പിടിക്കുമായിരുന്നു. ഒരു ഉപ്പയുടെ നെഞ്ചിലെ വെപ്രാളമാണ്. കുറെ വർഷത്തിന് ശേഷം, കാണാത്ത കുറെ കാലങ്ങൾക്ക് ശേഷം പൂർണ്ണമായും ഒഴിവാക്കി, ഇനി എനിക്ക് എന്റെ മകനെ കാണാൻ കഴിയില്ല എന്ന് 100 വട്ടം ഉറപ്പിച്ചതിന് ശേഷം മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ മകനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. കൂടെയുള്ള ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അവരുടെ മനസ്സിലേക്ക് എന്തോ അശ്രദ്ധ, ഗഫലത്ത് കടന്നു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ യാത്രക്കിടയിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ട് കരയേണ്ടിയിരുന്നില്ലല്ലോ. ആ സമയത്ത് പറഞ്ഞത് അതെന്റെ മകനാണ്. ഒരു ഉപ്പയുടെ നെഞ്ച്, ഒരു ഉപ്പയുടെ കൽബ്. നീറാൻ സൂഫിയാണെങ്കിലും സയ്യിദാണെങ്കിലും ആലിമാണെങ്കിലും അത് മതി. എന്നിട്ട് കൂടെ ഇരിക്കുന്ന മുരീദുമാരോട് പറയുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേക്ക് എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോ ചെറിയ കുഞ്ഞായിരുന്നു. ആ മകനിപ്പ വല്ലാണ്ട് വളർന്നിരിക്കുകയാണല്ലോ. ഒരുപാട് തടിയൊക്കെ വെച്ച് ഭംഗി വെച്ച് വലിയ മോനായി. എനിക്കൊന്ന് തൊടാൻ ആഗ്രഹമുണ്ട്, ഒന്ന് പോയി മുത്തം കൊടുക്കാൻ കൊതിയുണ്ട്, പക്ഷേ ഞാൻ പോവില്ല. ആ ഒരു ബന്ധത്തോടുകൂടി വീണ്ടും അല്ലാഹുവിലേക്കുള്ള യാത്ര അവസാനിച്ചു പോയാലോ എന്ന വല്ലാണ്ട് ഭയം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാളൊന്ന് ചെല്ലുമോ, എന്റെ പൊന്നുമോന്റെ അരികിലേക്ക് ചെന്നിട്ട് ആ മോനോടൊന്ന് സലാം പറഞ്ഞ് സംസാരിക്കുമോ? അവൻ വർത്താനം പറയുന്നത് ഞാനൊന്ന് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടോട്ടെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിയിട്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ സന്തര സഹചാരിയായ ശിഷ്യഗണങ്ങളിൽ ഒരാളോട് പറഞ്ഞപ്പോ അയാൾ പോയിട്ട് ആ മോന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ബാറക്കല്ലാഹു ലിഅബീക വഫീക, നിനക്കും നിന്റെ ഉപ്പാക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖം വല്ലാതെ വിളറി വെളുക്കുകയാണ്, കവിള് തുടുക്കുകയാണ്, കണ്ണു ചുമക്കുകയാണ്. വന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്റെ ഉപ്പാനെ അറിയുമോ? എന്റെ ഉപ്പാനെ അറിയുമോ? ഞാൻ എന്റെ ഉപ്പയെ കണ്ട കാലം മറന്നുപോയി, ഞാൻ എന്റെ ഉപ്പയെ കണ്ട കാലം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കരയുമ്പോ, മോനെ നിന്റെ ഉപ്പാക്ക് വേണ്ടി നീ ദുആ ചെയ്യണം, നിന്റെ ഉപ്പയെ കണ്ടാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ പറയാമെന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനെ വിടുന്ന് തിരിക്കുമ്പോ ആ മകനാ ശിഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, വല്ലാഹി വല്ലാഹി അബദ്ദലു അന്നി റഅയ്തുഹു വഅമൂതു ഫീ മകാനി, എന്റെ ഉപ്പയെ ഞാൻ ഇപ്പൊ കണ്ടാൽ ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ മരണപ്പെടാൻ ആഗ്രഹിക്കുകയാണെന്ന് ഉപ്പയോടുള്ള അടങ്ങാത്ത പുത്രവാത്സല്യം, ഉപ്പയോടുള്ള അടങ്ങാത്ത പിതൃസ്നേഹം കൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറയുമ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ആ പ്രിയപ്പെട്ട ശിഷ്യൻ ഓടി വരികയാണ്. ആ പ്രിയപ്പെട്ട ശിഷ്യൻ ഓടി വരികയാണ്. വന്നിട്ട് ആ പ്രിയപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം സുജൂദിൽ കിടക്കുകയാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, പാടുകയാണ്, ഹജറത്തുൽ ഖൽഖ ഹജറത്തുൽ ഖൽഖ തുറം ഫീ ഹവാകാ വഅയ്തംതുൽ ഇയാല ലികൈ അറാകാ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി എന്റെ സ്നേഹക്കൊട്ടാരങ്ങളെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണല്ലാ, നിനക്ക് വേണ്ടി എന്റെ സർവസ്വവും ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു അല്ലാ, നിനക്ക് വേണ്ടി എന്റെ സർവ്വതനെയും ഞാൻ ദൂരീകരിച്ചിരിക്കുന്നു അല്ലാ എന്ന സുജൂദിൽ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ, സൂഫിസത്തിലേക്ക് യാത്ര പോയാലും എല്ലാം മറന്നുകൊണ്ടുള്ള യാത്രയാണെങ്കിലും എന്തിനേറെ മാനസിക രോഗ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ, എത്ര മുഴുപ്രാന്തുള്ളവരാകട്ടെ, ഏതൊക്കെ തരത്തിലുള്ളവരാണെങ്കിലും അവരുടെ മുന്നിലേക്ക് കടന്നു ചെന്നാൽ മക്കളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നു എന്നത് ഉപ്പയും മകനും ഉമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ സൂചിപ്പിക്കുന്നതാണ്. ആരെയും തിരിച്ചറിഞ്ഞില്ലെങ്കിലും മാനസിക വിഭ്രാന്തി മൂത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിയുന്ന, ആ ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നാൽ നമ്മളെയൊക്കെ കണ്ടാൽ അവർക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. നമ്മുടെ മുഖത്ത് നോക്കിയാൽ അവർ അറിയില്ല. ചിലപ്പോൾ കാർക്കിച്ച് തുപ്പും, ചിലപ്പോൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ സാധന സാമഗ്രികൾ എടുത്തെറിയൊക്കെ ചെയ്യും. പക്ഷേ
സ്വന്തം മകനെ കണ്ടാൽ ഒരു ചെറിയ നോട്ടത്തിലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഉപ്പാക്ക് ഒരു ഉമ്മാക്ക് ഈ ലോകത്തുനിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കണക്ഷൻ്റെ പ്രത്യേകതയാണ്. വേറെ ആരിലും അതുണ്ടാവില്ല.